നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനുഭവം കൊണ്ട് ചെയ്ത തെറ്റുകൾ പൂർണ്ണമായും ബോധ്യമായി തിരിച്ചു വന്നവളാണ് ശിവാനി. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇവളെ കൈവിടരുത്. കൈവിട്ടാൽ ഇവള് വല്ല കടുങ്കയും ചെയ്തുന്നിരിക്കും. നിധി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. ഏട്ടന്റെ മോളല്ലേ, ശിവാനിയോട് പൊറുക്ക്. ഇവളുടെ വിവാഹത്തെക്കുറിച്ച് എത്ര സ്വപ്നങ്ങൾ കണ്ടതാ ഞാൻ. എല്ലാം നശിപ്പിച്ചിട്ട് ഏതോ കഞ്ചാവടിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ. കാലം എല്ലാ മുറിവുകളും മായ്ക്കും അമ്മായി. കുറച്ചു നാള് കഴിഞ്ഞൊരു നല്ല പയ്യനെ കണ്ടെത്തി ഇവളുടെ വിവാഹം നടത്താം. ചേച്ചി പറഞ്ഞത് ശരിയാ. അല്ല, ഇതുകൊണ്ട് ജീവിതം നശിച്ചു എന്നൊന്നും ശിവാനി കരുതേണ്ട ആവശ്യമില്ല. എന്നാലും സ്വർണം മോഷ്ടിച്ച കേസ് നിലനിൽക്കൂലേ? ശിവാനിയെ പോലീസ് തേടി വരില്ലേ? അതൊക്കെ ഞാൻ ഗൗതം സാറിനോട് സംസാരിച്ച് ശരിയാക്കിക്കോളാം. ചേച്ചി പറഞ്ഞാൽ ഏട്ടനത് തള്ളിക്കളയാനൊന്നും ആവില്ല. ആകെയുള്ളൊരു പ്രശ്നം വസുന്ധര ആൻറ്റിയെ. അത് ആൻറ്റിയെ ഏട്ടൻ പറഞ്ഞ് സെറ്റാക്കിക്കോളൂ. വസുന്ധരയ്ക്ക് ശിവാനിയോട് ദേഷ്യമൊന്നുമില്ല. അവളോടുള്ള മറ്റുള്ളവരുടെ എതിർപ്പാണ് മാറേണ്ടത്. അതിനാണ് ഈ നാടകം. ഇനി ശിവാനിയോട് വാശിയൊന്നും വേണ്ട എടുത്തി. അകത്തേക്ക് വിളിക്കേ. ആകെ കോലം കെട്ടിരിക്കുക. കുളിച്ച് വേഷം മാറി വല്ലതും കഴിക്കട്ടെ. നിധി പറഞ്ഞതുകൊണ്ട് ശിവാനിയെ വീണ്ടും ഈ വീട്ടിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുക. പക്ഷേ ഇനി ഈ വീട്ടിൽ ശിവാനിയുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ പാടില്ല. ഇവിടെ ആരോടും ആജ്ഞാപിക്കാൻ നിനക്ക് അവകാശമോ അധികാരമോ ഇല്ല. ചന്ദ്രികയ്ക്കും നിഖിലിനും നീ ബഹുമാനം കൊടുത്തേ പറ്റൂ. നിനക്കിവിടെ ജോലിക്കാരില്ല. പകരം നീ ആയിരിക്കും ഇവിടുത്തെ ജോലിക്കാരി. ചന്ദ്രികയും നിഖിലും പറയുന്നത് വരെ നീ അനുസരിക്കാൻ തയ്യാറാവണം. അത് കൊള്ളാം. ശിവാനിയുടെ അഹങ്കാരം ഇനിയൊന്ന് കുറയും. അങ്ങനെ ഇവളെ ജോലിക്കാരിയായി ഒന്നും കാണണ്ട. സ്വന്തം കാര്യങ്ങൾ നോക്കി ഇവളെ സ്വസ്ഥമായി കഴിയട്ടെ. നീ അകത്തേക്ക് ചെല്ല് ശിവാനി. പഴയതൊന്നും ചോദിച്ച് ഇനി ആരും അവളെ വേദനിപ്പിക്കരുത്. എന്നാലും ഈ ദിവസങ്ങളിൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? നീ അവളോടൊന്ന് സംസാരിക്കണം നിധി. അത് ശരിയാ ചേച്ചി. വല്ലാത്ത ട്രോമയിലൂടെയാ ശിവാനി കടന്നു പോയെന്നുള്ള കാര്യം ഉറപ്പാ. ചേച്ചി ഒന്ന് സംസാരിച്ചാൽ അത് ശിവാനിക്കൊരു ആശ്വാസമാവും. അത് മാത്രം പോരാ, നീ അവളെ നന്നായി ഉപദേശിക്കണം മോളെ. നിന്നെപ്പോലെ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായി നീ തന്നെ മാറ്റിയെടുക്കണം. പ്രണവിരിക്ക, ഞാനൊന്ന് ശിവാനിയെ കണ്ടിട്ട് വരാം. ശരി, വരും മോനെ, നമുക്ക് അകത്തിരിക്കാം. വാ. എല്ലാം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നുണ്ട്. വസുന്ധരയുടെ പ്ലാനുകൾ കൂടി നടന്ന ശിവാനിയുടെ ഭാവി സുരക്ഷിതമാവും. ശിവാനി, എനിക്ക് നിന്നോട് തനിച്ചിത്തിരി സംസാരിക്കാനുണ്ട്. ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു. ഒന്ന് ഫ്രഷ് ആയിട്ട് സംസാരിച്ചാ പോരെ? എനിക്ക് പോവാൻ ഇത്തിരി തിരക്കുണ്ട്. അമലിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ നീ മുംബൈയിലേക്കല്ലേ പോയത്? അങ്ങനെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ നിന്നെ ഗോപിനാഥ് അങ്കിളും പ്രണവും ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. അവര് മാത്രമല്ല, ഗൗതവും എന്നെ കണ്ടിരുന്നു. ഒരിക്കൽ അമലിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഗൗതമ.
എന്നിട്ട് സാറ് തന്നോട് പറഞ്ഞില്ലല്ലോ? വസുന്ധരാൻറ്റി എന്നെ പഠിച്ച് സ്റ്റേഷനെ ഏൽപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാവും ഗൗതമത്തെ പറയാതിരുന്നെ. ശരിയാ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുതെന്ന് കരുതുന്ന ആളാണ് ഗൗതം സാറ്. ജം ഓഫ് എ പേഴ്സൺ. അപ്പൊ നീ മുംബൈക്ക് പോയില്ലേ? ഇല്ല, ബോളിവുഡ് മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് വന്നു എന്നൊക്കെ അമല പറഞ്ഞത് ചതിയായിരുന്നു. അവൻ എന്നെ ഇവിടെ ഒരു വീട്ടിലാണ് താമസിപ്പിച്ചിരുന്നത്. പിന്നെ എന്റെ ശരീരവും ആ സ്വർണ്ണമായിരുന്നു അവന് വേണ്ടത്. സ്വർണം പോയി. പക്ഷെ അവന്റെ വേറെ ഉദ്ദേശമൊന്നും നടന്നില്ല. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്നെ വിൽക്കാനാണ് അവന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. രക്ഷപ്പെടാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഓരോ തവണയും പോലീസിന്റെ പിടിയിലാവുന്ന ഞാൻ ഭയന്നു. ഒരിക്കലെങ്കിലും നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ നീ ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ശരി, നടന്നത് നടന്നു. നിന്റെ പിന്നാലെ ഇനിയും അമല് വരുമോ? അവൻ ചത്തു കാണുമോ? ഇക്കാര്യം നിധിയോട് പറഞ്ഞ കൂടുതൽ കുഴപ്പവും. തൽക്കാലം ഇവളൊന്നും അറിയണ്ട. ശിവാനി, നീ എന്തൊന്നും മിണ്ടാത്ത? അമൽ ഇനിയും നിന്നെ ശല്യപ്പെടുത്താൻ വരുമോ? എനിക്ക് അറിയില്ല നിധി. ആ സ്വർണം മുഴുവനും വിറ്റ് തീർന്നോ? പല ആവശ്യങ്ങൾ പറഞ്ഞ് പകുതിയോളം അവൻ വാങ്ങിക്കൊണ്ടുപോയി. ബാക്കി ആ ബാഗിലുണ്ടായിരുന്നു. പക്ഷെ രക്ഷപ്പെടാനുള്ള ധൃതിക്ക് ഞാനത് എടുക്കാൻ വിട്ടുപോയതാ. നീ അത് എടുക്കാതിരുന്നത് നന്നായി. നടന്നതെല്ലാം കാണിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അമലിനെതിരെ ഒരു പരാതി കൊടുക്കാം. അയ്യോ, അത് വേണ്ട. വേണം ശിവാനി. നിന്നെ പോലെ ഇനി ആരും അവന്റെ വലയിൽ വീഴരുത്. എനിക്ക് പേടിയാ നിധി. അവന്റെ പിന്നിൽ വേറെ ആളുകളുണ്ട്. അവരെന്നെ കൊല്ലും. അവനെതിരെ കേസ് കൊടുക്കുന്നതിലും നല്ലത് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാ. ഇതിൽ കൂടുതൽ എനിക്ക് അനുഭവിക്കാൻ വയ്യ നിധി. പ്ലീസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ശരി, എങ്കിൽ ഇക്കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. അവൻ നിന്നെ താമസിപ്പിച്ചിരുന്നത് എവിടെയാ? അതെന്തിനാ അറിയുന്നേ? എന്തിനാ ഏതിനാന്നൊന്നും തൽക്കാലം ചോദിക്കണ്ട. നിനക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? സ്ഥലം പറ. പറ ശിവാനി. അത് മുഖം മൂടി മുക്കിന്ന് ലെഫ്റ്റ് പോകുന്ന വഴി എന്റെ ചെയ്യുന്നത് ആ വീട്ടില്. പറ്റിയ സ്ഥലം. മുഖം മൂടി മുക്ക്. ആ, അതൊക്കെ പോട്ടെ. ജീവിതത്തിൽ ഒരു വലിയ ട്രോമയിലൂടെയാണ് നീ കടന്നുപോയത്. അതിൽ നിന്ന് നിന്നെ കരകയറ്റാൻ എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാ. ഏതാവശ്യത്തിനും എന്നെ വിളിക്കണം. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എങ്കിൽ പിന്നെ കാണാം. വലിയ സിനിമ നടിയെ ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ എന്നെ എല്ലാവരും രാജകീയമായിട്ട് സ്വീകരിച്ചേനെ. പക്ഷെ ഇപ്പോ ഒരു വിലയും ഇല്ലാത്ത വെറും പുഴുവായി ഞാൻ. അമ്മയ്ക്ക് പോലും എന്നെ വേണ്ട. മോളെ, ആ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാ നിങ്ങൾ കേൾക്കില്ലല്ലോ. ആന്റിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി സമ്മതിക്കുന്നില്ലല്ലോ. നമുക്ക് പോയിട്ട് ഇത്തിരി ജോലി ബാക്കിയുണ്ട്. എന്തായാലും തിരക്കിനിടയിൽ ഇവിടെ വരെ വരാൻ പ്രണവ് മോന് തോന്നിയല്ലോ. അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതെ, ശിവാനിയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് മോൻ ഉറപ്പ് തന്നപ്പോഴാ ഞങ്ങൾക്ക് സമാധാനായത്. കേസുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. നടന്നുപോയ സംഭവങ്ങൾ ശിവാനിയുടെ ഭാവി ജീവിതത്തെ ഒരിക്കലും ബാധിക്കരുത്. മെന്റലി അവൾ ഡൗൺ ആവാതെ നോക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. എന്നെക്കൊണ്ടാവും വിധം ശിവാനിയെ സഹായിക്കാൻ ഞാൻ തയ്യാറാ. ഞാനും എന്ത് സഹായത്തിനും കൂടെയുണ്ട്. ശരി, ഞാൻ വിളിച്ചോളാം. അമ്മേ, നിഖിൽ, ഞാൻ ഇറങ്ങുക. ശരി മോളെ. ശരിയെങ്കിലേ.
ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങാൻ ചേച്ചി എന്തിനാ ധൃതി വെച്ചത്? കുറച്ചു നേരം അമ്മയുടെയും നിഖിലിൻ്റെയും ചെലവഴിക്കാമായിരുന്നില്ലേ? നമുക്ക് ഇത്തിരി ജോലി ബാക്കിയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല.